വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ നമ്മള് ബി മൈ മൾട്ടിപ്പിൾ ആൽ ബി യുവർ ഫാക്ടർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ആ ഒരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട പോർഷൻ ആയിട്ടാണ് മിസ് ഇത് വന്നിട്ടുള്ളത്. എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. 40യുടെയും 60യുടെയും ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഒരു എക്സസൈസ് പറയുന്നത്. 40യുടെ ഫാക്ടേഴ്സ് എവിടെയാണ് നമ്മൾ എഴുതേണ്ടത്? ഈ ഒരു റെഡ് സർക്കിളിലാണ് നമ്മൾ എഴുതേണ്ടത്. അതുപോലെ 60യുടെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു ബ്ലൂ സർക്കിളിലാണ് നമ്മൾ എഴുതുന്നത്. അത് മാത്രമല്ല മക്കളെ, 40യുടെയും 60യുടെയും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സിനെ നമ്മൾ ഈ ഒരു പേർപ്പിൾ കളറിൽ പെയിന്റ് ചെയ്ത സ്ഥലത്താണ് നമ്മൾ രണ്ടിന്റെയും കോമൺ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ഫാക്ടേഴ്സ് നോക്കാം അല്ലെ. ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 40 കിട്ടുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം സെറ്റ് ആയിട്ട്. അപ്പൊ 40 കിട്ടുക ഏതൊക്കെയാണെന്ന് നോക്കുമ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് മനസ്സിലോടി വരുന്നത് എന്താണ്? 1 into 40 ഉണ്ടല്ലേ. 1 multiplied by 40 എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ 2ന്റെ ടേബിൾ നോക്കുമ്പോൾ 2 times 20, 2 into 20 എന്ന് പറയുന്നത് 40 ആണ്. 3ന്റെ ടേബിൾ നോക്കുമ്പോഴോ 3ന്റെ ടേബിൾ ഒന്നുമില്ല അല്ലെ. 4ന്റെ ടേബിൾ നോക്കുകയാണെങ്കിൽ 4 into 10 എന്ന് പറയുന്നത് 40 ആണ്. 5ന്റെ ടേബിളിലൂടെ 5 into 8 അല്ലെ. 5 into 8 എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ ഇത്രയല്ലേ ഉള്ളൂ അല്ലെ. പിന്നെ 40 into 1 തന്നെയാണ് നമുക്ക് 40 കിട്ടുന്നത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മളുടെ 40യുടെ ഫാക്ടേഴ്സ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തൊക്കെയാണ് പറയുക? 1 ഉണ്ട്, 2, 4, 5, 8, 10, 20, 40. ഇതൊക്കെയാണ് നമ്മുടെ 40യുടെ ഫാക്ടേഴ്സ്. ഇനി 60 എടുത്ത് നോക്കിയാലോ. 60 എന്ന് പറഞ്ഞൊരു നമ്പർ എടുത്ത് നോക്കിയാൽ ഏതൊക്കെ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 60 കിട്ടുക എന്ന് നോക്കണം അല്ലെ. ഒബ്വിയസ് ആയിട്ട് ആദ്യം തന്നെ 1 into 60 നമുക്ക് കിട്ടും. 1 into 60 എന്ന് പറയുന്നത് 60 ആണ്. 2ന്റെ ടേബിൾ എടുത്ത് നോക്കിയാലോ 2 into 30 എന്ന് പറയുന്നത് 60 ആണ്. 3ന്റെ ടേബിൾ എടുത്ത് നോക്കിയാൽ 3 into 20 എന്ന് പറയുന്നത് 60 ആണ് അല്ലെ. പിന്നെ 4ന്റെ ടേബിൾ എടുത്ത് നോക്കുകയാണെങ്കിലോ നമ്മൾ 4ന്റെ ടേബിളിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം? 4 into നിങ്ങൾക്ക് ഇപ്പോൾ 4 into 15 ആണ് 60 വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ അത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 60 കൊണ്ടൊന്ന് 4നെ ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പൊ നമുക്ക് വേഗം ആൻസർ കിട്ടും. 4 times 1 എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ മൈനസ് ചെയ്താൽ 20 കിട്ടും അല്ലെ. 5 4s are 20 ആണ് അല്ലെ. അപ്പോൾ into 15 എന്ന് പറയുന്നത് 4 times 15 ആണ്. അതുപോലെ 5നോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5 times 12 ആണ് നമ്മളുടെ 60 വരിക. പിന്നെ 6നോട് വരുമ്പോഴോടാ 6 times 10 അല്ലെ. 6 into 10 എന്ന് പറയുന്നത് 60 ആണ്. അപ്പൊ ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ 60ക്ക് ഉള്ളത്. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് നമുക്ക് എഴുതി വെക്കാം അല്ലേ. നമ്മുടെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് സെറ്റ് ആയിട്ട് ഇവിടെ എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് കോമൺ കണ്ടുപിടിക്കണം. കോമൺ ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6, പിന്നെ 10, 12, 15, 20, 30 and 60. ഇത്രയും ഫാക്ടേഴ്സ് ആണ് നമ്മളുടെ 60ക്ക് ഉള്ളത്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കോമൺ ആയിട്ടുള്ളത് ആരാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ളതിനെ മിസ് റെഡ് സർക്കിളിൽ മിസ് സർക്കിൾ ചെയ്യാം. ഓക്കെ, 1 കോമൺ ആണ്. രണ്ടിലും 1 ഉണ്ട്. പിന്നെയോ 2 ഉണ്ട് അല്ലെ. രണ്ടിലും 2 ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് ഏതാ നോക്കേണ്ടത്? അടുത്തത് 4 ഉണ്ട്. 4 നമ്മൾ റൗണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 5 ഉണ്ട്. പിന്നെ 10 വരുന്നുണ്ട്. അതുപോലെ പിന്നെ 20 ആണല്ലേ വരുന്നത്. 20 ആണ് വരുന്നത്. ഇത്രയുമാണ് കോമൺ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ കോമൺ ആണ് നമ്മൾ ഈ ഒരു പേർപ്പിൾ എഴുതി വെക്കേണ്ടത് അല്ലെ. അപ്പൊ കോമണിൽ ഏതൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്? 1, 2, 4, 5, 10, 20 ആണ്. 1, 2, 4, 5, 10, 20 ആണ് നമ്മളുടെ കോമണിൽ നമ്മൾ എഴുതി വെക്കേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.